1976 ഒക്ടോബർ 12 കേരളം വിറങ്ങലിച്ച ദിവസമായിരുന്നു അന്ന്. പ്രശസ്ത നടി റാണി ചന്ദ്രയും അമ്മയും സഹോദരങ്ങളും മുംബൈയിൽ വെച്ച് വിമാന അപകടത്തിൽ മരണമടഞ്ഞു. റാണി ചന്ദ്ര മരണമടയുമ്പോൾ മലയാളത്തിലെ സൂപ്പർ നടിയായിരുന്നു അവർ. പാവപ്പെട്ടവൾ എന്ന സിനിമയിലൂടെയാണ് റാണി ചന്ദ്ര അഭിനയം തുടങ്ങിയത്. അഭിനയിക്കുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരത്തിൽ മിസ് കൊച്ചിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അവർ. പാവപ്പെട്ടവൾക്ക് ശേഷം അനാച്ഛാദനം, വിവാഹം സ്വർഗത്തിൽ, ചെമ്പരത്തി, ബ്രഹ്മചാരി, യൗവനം, മുത്ത്, അനാവരണം, അംബിക, അംബാലിക തുടങ്ങി കുറേയേറെ ചിത്രങ്ങൾ. IV ശശിയുടെ ഉത്സവത്തിൽ റാണി ചന്ദ്ര പ്രേക്ഷകരെ ഞെട്ടിച്ചു. ആ ചിത്രത്തിൽ അർദ്ധനഗ്നയായാണ് റാണി ചന്ദ്ര അഭിനയിച്ചത്. മറ്റൊരു IV ശശി ചിത്രമായ ഊഞ്ഞാലിൽ അഭിനയം കൊണ്ടാണ് റാണി ചന്ദ്ര ഞെട്ടിച്ചത് പ്രേക്ഷകരെ. അതിലൊരു പുലയ കിടാത്തിയായിട്ടാണ് റാണി ചന്ദ്ര അഭിനയിച്ചത്. നെല്ലാണ് അവരുടെ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം. സ്വപ്നാടനമാണ് റാണി ചന്ദ്രയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. KG ജോർജ് സംവിധാനം ചെയ്ത സൈക്കോ ത്രില്ലറായിരുന്നു സ്വപ്നാടനം. ഒരു പ്രണയത്തിൻ്റെ മനോഹരമായ കഥ കൂടി അതിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ മോഹൻദാസ് ആയിരുന്നു ഈ ചിത്രത്തിൽ റാണി ചന്ദ്രയുടെ നായകൻ. ഡോക്ടർ മോഹൻദാസും റാണി ചന്ദ്രയും പ്രണയത്തിലായിരുന്നു. ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് റാണി ചന്ദ്രയുടെ അപ്രതീക്ഷിത വിയോഗം ഉണ്ടാകുന്നത്. റാണി ചന്ദ്രയുടെ ചിതയ്ക്ക് മുമ്പിൽ നിന്ന് വിതുപ്പിക്കരയുന്ന മോഹൻദാസിൻ്റെ ചിത്രങ്ങൾ അക്കാലത്ത് നാനയിലും മറ്റ് സിനിമാ മാസികകളിലും ഒക്കെ വന്നിരുന്നു, എക്സ്ക്ലൂസീവ് ഫോട്ടോയായി. റാണി ചന്ദ്രയെ പറ്റിയുള്ള കഥകൾ ഒരുപാടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലും ഒരു കുസൃതി കൊടുക്കുകയായിരുന്നു റാണി ചന്ദ്ര. റാണി ചന്ദ്രയെ പറ്റി ഏറ്റവും വിവാദമായ ഒരു കഥ പറഞ്ഞത് മേക്കപ്പ് മാൻ MO ദേവസിയാണ്. MO ദേവസി എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് മാനും മമ്മൂട്ടി ചിത്രങ്ങളുടെ നിർമ്മാതാവുമായ ജോർജിൻ്റെ പിതാവ്. ഒരു കാലത്ത് മേക്കപ്പിൻ്റെ തലതൊട്ടപ്പനായിരുന്നു MO ദേവസ്യ. IV ശശി ചിത്രങ്ങളുടെ സ്ഥിരം മേക്കപ്പ് മാൻ. MO ദേവസ്യ സിനിമാ മംഗളത്തിൽ ഒരാത്മകഥ എഴുതി. മധു വൈപ്പന സാറായിരുന്നു സിനിമാ മംഗളത്തിൻ്റെ എഡിറ്റർ. MO ദേവസ്യ എഴുതിയ ആത്മകഥ വളരെ വളരെ വിവാദപരമായി മാറി. പല നടിമാരുടെയും അന്തഃപുര രഹസ്യങ്ങൾ MO ദേവസ്യ തൻ്റെ ആത്മകഥയിലൂടെ പുറത്തുവിട്ടു. കവിയൂർ പൊന്നമ്മ അടക്കമുള്ള നടിമാർ അദ്ദേഹത്തിൻ്റെ ആക്ഷേപ ശരങ്ങൾക്ക് ഇരയായി. MO ദേവസ്യയുടെ ആത്മകഥയ്ക്ക് ഒരു സ്റ്റൈലുണ്ടായിരുന്നു. തമാശ പറയുന്ന രൂപത്തിൽ സീരിയസ് ആയ കാര്യങ്ങൾ പറയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. MO ദേവസ്യയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ സിനിമാ മംഗളത്തിൻ്റെ സർക്കുലേഷൻ 50,000 കഴിഞ്ഞു. അത്ര സെൻസേഷണലായിരുന്നു ഓരോ ലക്കവും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് പോയി MO ദേവസ്യയും റാണി ചന്ദ്രയും IV ശശിയും സീമയും ഒക്കെ. അമേരിക്ക മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു റാണി ചന്ദ്ര. അപ്പോഴേക്കും സെക്സ് ടോയ്സിനെ കുറിച്ച് റാണി ചന്ദ്രയ്ക്ക് അവഗാഹം ഉണ്ടായി. സെക്സ് ടോയ്സിനെ പറ്റിയുള്ള അറിവുകൾ റാണി ചന്ദ്ര നേടി. പക്ഷേ അത് വാങ്ങാൻ റാണി ചന്ദ്രയ്ക്ക് മടി. വൈബ്രേറ്റർ, അതായത് സ്ത്രീകൾ സ്വയംഭോഗത്തിന് ഉപയോഗിക്കുന്ന സെക്സ് ടോയാണ് വൈബ്രേറ്റർ അമേരിക്കയിൽ സുലഭമായ കാലം. റാണി ചന്ദ്രയ്ക്ക് വാങ്ങാൻ നാണം. റാണി ചന്ദ്ര MO ദേവസ്യയുടെ കാതിൽ പറഞ്ഞു അത്രേ, എനിക്കൊരു വൈബ്രേറ്റർ വേണം. MO ദേവസ്യ റാണി ചന്ദ്രയ്ക്ക് വൈബ്രേറ്റർ വാങ്ങിക്കൊടുത്തത് മാത്രമല്ല, അത് ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി MO ദേവസ്യ റാണി ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തു. എന്തായാലും വൈബ്രേറ്ററുമായി റാണി ചന്ദ്ര നാട്ടിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പുതിയ IV ശശി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു.
മേക്കപ്പ് റാണി ചന്ദ്രയുടെ അടുത്ത് എം.ഒ. ദേവസ്യ എത്തി. റാണി ചന്ദ്ര എം.ഒ. ദേവസ്യയോട് പറഞ്ഞു അത്രേ, വൈബ്രേറ്റർ ഞാൻ ഉപയോഗിച്ചു, നല്ല സുഖമുണ്ട്. എം.ഒ. ദേവസ്യ അത് കേട്ട് പുഞ്ചിരിച്ചപ്പോൾ റാണി ചന്ദ്ര പൊട്ടിച്ചിരിച്ചു. ഇതാണ് റാണി ചന്ദ്രയെ പറ്റി എം.ഒ. ദേവസ്യ പറഞ്ഞ രഹസ്യങ്ങളിൽ ഒന്ന്. കാമാസക്തിയുടെ കാര്യത്തിൽ റാണി ചന്ദ്ര അഗ്രഗണ്യായിരുന്നു എന്നാണ് എം.ഒ. ദേവസ്യ പറഞ്ഞത്. ഡോക്ടർ മോഹൻദാസിനെ പ്രണയിക്കുന്നതിന് മുമ്പ് റാണി ചന്ദ്രയ്ക്ക് പലതരത്തിലുള്ള പ്രണയങ്ങൾ പല പ്രണയങ്ങളിലും പലതരത്തിലുള്ള എന്ന് പറയുന്നത് തെറ്റാണ്, പല പ്രണയങ്ങളിലും റാണി ചന്ദ്ര അകപ്പെട്ടിരുന്നു. പ്രശസ്ത ഇപ്പോഴും അറിയപ്പെടുന്ന അന്തരിച്ച പ്രശസ്ത നിർമ്മാതാവിൻ്റെ ഒരു കീപ്പായി റാണി ചന്ദ്ര കുറച്ചുനാൾ താമസിച്ചിരുന്നു. അത് സിനിമാ രംഗങ്ങളിൽ വലിയ വാർത്തയുണ്ടാക്കി. റാണി ചന്ദ്രയ്ക്ക് അയാൾ ഒരു വലിയ മാല, കഴുത്തു തൊട്ട് വയറുവരെ നീളുന്ന ഒരു സ്വർണ്ണമാല സമ്മാനിച്ചു. ആ സ്വർണ്ണമാലയും ഇട്ടാണ് റാണി ചന്ദ്ര അക്കാലത്ത് ഷൂട്ടിംഗ് സെറ്റുകളിൽ വന്നിരുന്നത്. അയാൾക്ക് വേറെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. അയാൾ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. വേറെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ ബന്ധം പകുതി വഴിയിൽ വേർപിരിക്കും. പക്ഷേ റാണി ചന്ദ്ര അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പിന്നീടാണ് ഡോക്ടർ മോഹൻദാസുമായി പ്രണയത്തിലാവുന്നത് റാണി ചന്ദ്ര. സ്വപ്നാടനത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് അവരുടെ പ്രണയം പൂത്ത് തളർത്തത്. ഡോക്ടർ മോഹൻദാസ് ഒരുപാട് പ്രത്യേകതയുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ്കാരനാണ്, CPI കാരനാണ്. യുവകലാ സാഹിതിയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ മോഹൻദാസ്. മാത്രമല്ല നല്ല ഡോക്ടറുമായിരുന്നു അദ്ദേഹം. അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് അദ്ദേഹം സ്വപ്നാടനത്തിലെത്തി. പിന്നീട് ഉത്തരായനം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് തിരുവനന്തപുരത്ത്. എന്തായാലും റാണി ചന്ദ്രയും ഡോക്ടർ മോഹൻദാസും തമ്മിലുള്ള പ്രണയം നിറം പിടിപ്പിച്ച കഥകളായി അക്കാലത്ത് നാനാ സിനിമാ വാരികയിൽ വന്നു. പല കഥകളും അന്ന് പത്രപ്രവർത്തകർക്ക് കിട്ടുന്നത് സിനിമാ രംഗത്ത് തന്നെയുള്ള സോഴ്സുകൾ വഴിയായിരുന്നു. ആ സോഴ്സിൽ ഒന്നായിരുന്നു എം.ഒ. ദേവസ്യ. എം.ഒ. ദേവസ്യ പറയുന്ന കഥകൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് അക്കാലത്തെ പത്രപ്രവർത്തകർക്ക് അറിയാമായിരുന്നു. എന്തായാലും റാണി ചന്ദ്രയ്ക്ക് വൈബ്രേറ്റർ വാങ്ങിക്കൊടുത്ത നിമിഷവും ആ വൈബ്രേറ്റർ ഉപയോഗിച്ച ശേഷം റാണി ചന്ദ്ര എം.ഒ. ദേവസ്യയോട് അതിൻ്റെ സുഖത്തെപ്പറ്റി പറഞ്ഞതും ഒക്കെ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ എം.ഒ. ദേവസ്യ എഴുതിയിട്ടുണ്ട്. എം.ഒ. ദേവസ്യയുടെ ആത്മകഥ വലിയ വിവാദമായി മാറി. ആ ആത്മകഥ സിനിമാരംഗത്തെ അന്തഃപുരത്തിലെ രാജാക്കന്മാരെ ഞെട്ടിവിറപ്പിച്ചു, രാജ്ഞികളെ ഞെട്ടിവിറപ്പിച്ചു. ആത്മകഥ നിർത്തണമെന്ന് സിനിമാരംഗത്തുള്ളവർ ദേവസ്യയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ദേവസ്യ എഴുതി തൻ്റെ ആത്മകഥ പൂർത്തിയാക്കുന്നത് വരെ.